സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. സമ്പൽ ഷാഹി മസ്ജിദിനെതിരെ പുതിയ നീക്കവുമായി ജില്ലാ ഭരണകൂടം. മസ്ജിദിലെ പുരാതന കിണർ പിടിച്ചെടുത്തു. മസ്ജിദിന്റെ KK മതിലിനോട് ചേർന്ന കിണറാണ് മുന്നറിയിപ്പില്ലാതെ പിടിച്ചെടുത്തത്. വിശ്വാസികൾ പ്രാർത്ഥനയ്ക്കായി അംഗശുദ്ധി വരുത്തിയിരുന്നത് ഈ കിണറിലെ വെള്ളം ഉപയോഗിച്ചായിരുന്നു. കിണറിൽ ജില്ലാ ഭരണകൂടം മോട്ടോർ സ്ഥാപിക്കുകയും പോലീസിനെ വിന്യസിപ്പിക്കുകയും ചെയ്തു. സമീപത്തെ കിണറിൽ നിന്ന് വിഗ്രഹങ്ങൾ ലഭിച്ചെന്ന് പോലീസ് അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് നടപടി. കിണറിൽ പോലീസ് പരിശോധന നടത്തിയേക്കും. അതേസമയം അധികൃതരുടെ നീക്കത്തെ എതിർത്ത് ജില്ലാ കളക്ടർക്ക് മസ്ജിദ് കമ്മിറ്റി വക്കീൽ നോട്ടീസ് അയച്ചു. തലമുറകളായി മസ്ജിദ് പരിസരത്തിന്റെ അവിഭാജ്യ ഘടകമാണ് കിണറെന്നും അത് പിടിച്ചെടുക്കുന്നത് പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും കമ്മിറ്റി വ്യക്തമാക്കി. അതേസമയം തനിക്ക് ഇതുവരെ മസ്ജിദ് കമ്മിറ്റിയുടെ വക്കീൽ നോട്ടീസ് ലഭിച്ചിട്ടില്ല എന്ന് ജില്ലാ മജിസ്ട്രേറ്റ് രാജേന്ദ്ര പിൻസിയ പറഞ്ഞു. കമ്മിറ്റിയുടെ നിയമസാധുതയും അദ്ദേഹം ചോദ്യം ചെയ്തു. ആരാണ് അവർ? ഈ കമ്മിറ്റി രജിസ്റ്റർ ചെയ്തതാണോ എന്നായിരുന്നു ജില്ലാ മജിസ്ട്രേറ്റിന്റെ ചോദ്യം. സമ്പൽ ഷാഹി മസ്ജിദ് ഉൾപ്പെടെയുള്ള ആരാധനാലയങ്ങളിലെ സർവേ നടപടികൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. ആരാധനാലയങ്ങളിൽ അവകാശവാദം ഉന്നയിച്ചുള്ള ഒരു ഹർജിയും അനുവദിക്കരുതെന്നും കോടതികൾക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. എന്നാൽ ഈ നിർദ്ദേശങ്ങൾ ലംഘിച്ചാണ് സമ്പലിൽ അധികൃതർ നടപടി തുടരുകയാണ്. കഴിഞ്ഞ നവംബർ 24-ന് ഒരു മുന്നറിയിപ്പുമില്ലാതെ നടന്ന സർവേ നടപടികൾ പ്രതിഷേധിച്ച് ജനം തെരുവിലിറങ്ങിയിരുന്നു. ഇതിനെ തുടർന്നുണ്ടായ സംഘർഷത്തിനിടെ പോലീസ് നടത്തിയ വെടിവെപ്പിൽ 4 പേർ കൊല്ലപ്പെടുകയുണ്ടായി. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു.